ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. അപ്പോൾ ഞാനും ഋതും കഴിഞ്ഞ ഒരാഴ്ചയായിട്ടേ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, ശരത്തേട്ടൻ ഓഫീസിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങുക. ശരത്തേട്ടൻ നേരെ ഓഫീസിലും പോവും, ഞങ്ങൾ നേരെ പാർക്കിലും പോവും. അപ്പോൾ ഈ ഒരു ടൈമിൽ, അതായത് ശരത്തേട്ടൻ കാറിൽ കയറിയ സമയത്ത് ഋതുവിന് ചെറിയൊരു കരച്ചലിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്ക് എത്തും. അവൻ ആ കാറിൽ കയറാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. അപ്പോൾ ശരത്തേട്ടനോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ പാർക്കിലേക്ക് പോവും. ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന പാർക്ക് ഈസ്റ്റ് സൈഡിലത്തെ പാർക്കാണ് കേട്ടോ. ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോസിൽ, പണ്ടത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഞാൻ ഒരു പാർക്ക് കാണിച്ചിരുന്നു. അത് സെൻട്രൽ പാർക്കാണ്. കമ്പാരേറ്റീവ്ലി ഇവിടത്തേക്കാളും ഭയങ്കര തിരക്ക് കൂടുതലാണ് കേട്ടോ സെൻട്രൽ പാർക്കിൽ. എനിക്ക് അവിടേക്ക് ഋതുവിനായിട്ട് പോകാനും ഭയങ്കര പേടിയാണ്. കാരണം കുറച്ചും കൂടി വലിയ കുട്ടികളാണ്. ഫുള്ളിങ്ങനെ സൈക്കിളായിട്ട് ഭയങ്കര സ്പീഡിലാണ് അവരിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കും അറിയില്ല, ഇവനും അതെ, പെട്ടെന്ന് അതിൻ്റെ ഫ്രണ്ടിലേക്ക് ചാടുമോ എന്നുള്ളൊരു പേടിയാണ് എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ കൂടുതലായിട്ട്. അപ്പോൾ ഇപ്പോഴടുത്താണ് ഞാൻ ഈ ഒരു ഈസ്റ്റ് സൈഡിലത്തെ പാർക്ക് കണ്ടുപിടിച്ചത് കേട്ടോ. ഇവിടേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര അങ്ങനത്തെ ഒരു ടെൻഷൻസേ കാര്യങ്ങളൊന്നുമില്ല. ഋതുവിൻ്റെ ഈ ഒരു പ്രായത്തിലുള്ള ചെറിയ കുട്ടികളുണ്ടായിരിക്കും. അവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഓക്കെ ആയിട്ടുള്ള ഒരു കളിയാണ്. നമുക്ക് പേടിക്കാനൊന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് അവരെ എങ്ങനെ വിടാം. അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ ഊഞ്ഞാലാട്ടാണ്. ഇന്ന് ഈ വണ്ടറടിച്ചിരിക്കുന്ന വേറെ ഒന്നുമല്ല കേട്ടോ. തൊട്ടടുത്തിരിക്കുന്ന കുട്ടി എന്തൊക്കെയോ ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട്. അവനത് മനസ്സിലാവാണ്ട തോന്നുന്നുണ്ട്. കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ആ ഊഞ്ഞാലിൽ കയറി കഴിഞ്ഞാൽ അവൻ ഫുൾ ചിരിയാണ്. ഇന്ന് ആ ചിരിയേ ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ബോളൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബാസ്ക്കറ്റ് ബോൾ കോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ചെറിയ ബോൾ എടുത്തത്. പക്ഷേ ഇപ്രാവശ്യം ഇന്നെന്തോ ഋതുവിന് വലിയ ബോളിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പാർക്കിൻ്റെ സൈഡിൽ വന്നു. അതിൻ്റെ ഇടയിൽ പ്രാവിനെ പിടിക്കാൻ പോയപ്പോൾ നിലത്ത് വീണു. അതിൻ്റെ മണ്ണ് തട്ടിത്തരാനൊക്കെ എന്നോട് പറയുകയാണ് ആൾ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പോയപ്പോൾ ഋതുവിൻ്റെ പ്രായത്തിലുള്ളൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. അവർ തമ്മിൽ പിന്നെ കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ. അവർ പിന്നെ അവർക്ക് താല്പര്യം ഉണ്ടോ എന്താണെന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവരുടെ ഒരു കൺസേൺ ഇല്ലാതെ ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ. ഈ ഒരു പാർക്കിൽ സൈഡിലുള്ള എല്ലാ മരങ്ങളുടെ ഇടയിലും ഓരോ കിളിക്കൂടുകൾ ഉണ്ടാവും കേട്ടോ. ഫുള്ള് കിളികളുടെ സൗണ്ടാണ്. ഋതുവിന് ഏറ്റവും മെയിനായിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ ഈ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ പ്രാവിനെ പിടിക്കാൻ പോകല്. ചില ദിവസം ഈ പ്രാവിൻ്റെ പിന്നാലെ പോകണ കാണുമ്പോൾ നമുക്ക് ശരിക്കും പാവം തോന്നിട്ടോ. ഇവൻ്റെ ഈ ഓട്ടത്തിൻ്റെ സൗണ്ട് കേട്ട് പ്രാവിൻ്റെ വഴിക്ക് പോവും. പിന്നെ ഇങ്ങനെ ഒന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തതിൻ്റെ അടുത്തേക്ക് പോവും, അടുത്തതിൻ്റെ അടുത്തേക്ക് പോവും. ഇങ്ങനെ ഈ ഫുള്ള് ഓട്ടമാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവളുടെ മെയിൻ പരിപാടി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ബാസ്ക്കറ്റ് ബോൾ കോർട്ടിലേക്ക് പോയി. അവിടെ ഇന്ന് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇടയ്ക്കൊക്കെ ചിലപ്പോൾ കുട്ടികൾ അവിടെ സൈക്കിളായിട്ട് വന്നിട്ട് ഇങ്ങനെ സൈക്കിൾ റേസിങ് കാര്യങ്ങൾ രാത്രിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ടൈമിലൊന്നും ഇവരേറ്റവും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ബാസ്ക്കറ്റ് ബോൾ കോർട്ടിലേക്ക് ഋതുവിനായിട്ട് കയറുന്നത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഭവം ഈ ഒരു ടയർ ഉരുട്ടലാണ്. ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്ന കാരണം ടയറിന് ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഈ ഊതുന്നത് കേട്ടോ. വലിയ ചൂടൊന്നുമില്ല, ചെറിയൊരു ചൂടാണ്. പക്ഷേ ആൾക്ക് ഇങ്ങനെ ചെറിയ ചൂടാണെങ്കിലും കൈ ഇങ്ങനെ ഊതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഈ ഒരു ടയറിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങുക, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ രാവിലെ അവൻ കുറച്ചൊന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അവൻ ആ ഫുൾ ഡേ അവനും ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. അതാണ് മെയിനായിട്ട് ഞാനിങ്ങനെ രാവിലെ തന്നെ അവനായിട്ട് പാർക്കിലേക്കും കാര്യങ്ങളും വരും. രാവിലെയും വൈകിട്ടും നമ്മൾ പാർക്കിലേക്ക് പോകാറുണ്ട് കേട്ടോ. ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ശരത്തേട്ടൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാലാണ് ഞങ്ങൾ 3 പേരും കൂടി ഇറങ്ങിയിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ കാലത്തും വൈകിട്ടും അവനായിട്ടൊന്ന് ഇറങ്ങും. അവനൊന്നിങ്ങനെ ഒരു ഫുൾ ടൈം റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു ബോറടിയല്ലേ, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇപ്പോൾ നമ്മൾ ഈ പാർക്കിൽ രാവിലെ പോകുന്ന കാരണം തന്നെ അവന് വന്നൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ആദ്യമൊക്കെ അവൻ കാലത്ത് എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. അതായത് ഏകദേശം ഒരു 9:30 10 മണി, ചിലപ്പോൾ 10:30 വരെയൊക്കെ ആവും. അത്രയും നേരം ഉറങ്ങാറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു 8 8:30 ആകുമ്പോൾ തന്നെ ആൾ എണീക്കും, ഫുഡൊക്കെ കഴിക്കും, എന്നിട്ട് എൻ്റെ ഒപ്പം പാർക്കിൽ വരും. അവൻ്റെ ആ ഒരു റുട്ടീനേ ചേഞ്ചായി. അപ്പോൾ അത് ഭയങ്കര ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടോ. നേരത്തെ എണീക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേനും എണീക്കും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ എല്ലാത്തിൻ്റെ മുകളിലും കയറി ഇറങ്ങണം. പിന്നെ ഇവിടെയൊക്കെ കയറി ഇറങ്ങിയപ്പോഴത്തേനും നമ്മൾ റൂമിലെത്തിയപ്പോൾ അവൻ്റെ ഷൂവിലൊക്കെ ഫുള്ള് മണ്ണായിരുന്നു. നേരെ പോയി കുളിപ്പിച്ചു അവനെ. ഇപ്പോൾ നല്ല ഉറക്കമാണ്. ആ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്നത്തേനേക്കാൾ ഇന്നൊന്ന് ചൂട് കൂടുതലുള്ള പോലെ തോന്നി. അപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. ഋതു ഒട്ടും സമ്മതിച്ചിട്ടുണ്ടാകുന്നില്ല കേട്ടോ അത് സൈക്കിളിൽ കയറാനൊന്നും. പിന്നെ അവന് അത് കാണിച്ചരാന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ സൈക്കിളിൽ കയറ്റിയിട്ട് നമ്മളിതേ റൂം എത്താറായി. ഇനിയിപ്പോൾ മെയിനായിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ അവനൊന്ന് ഉറക്കണം. അതാണ് മെയിനായിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അവർ കൊണ്ടുവന്നിട്ട് വേണം ഇനിയിപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. കറക്റ്റ് 1 ഹവറിന് ശേഷം റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ആശാനൊന്ന് കുളിപ്പിക്കണം. ഫുള്ള് മണലിലിരുന്ന് കളിച്ചിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ വീഡിയോയിൽ. അവർ കളിക്കുന്ന ആ ഭാഗത്തൊക്കെ ഫുള്ള് മണ്ണാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ അവൻ്റെ ഷൂവിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ലോഡ് മണ്ണ്. പിന്നെ അവനൊന്ന് കുളിപ്പിക്കണം. അത് കഴിഞ്ഞ് അവനൊന്ന് ഉറങ്ങും. ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ
ഇപ്പം തന്നെ അവൻ കഴിക്കില്ല. ഒരു 1.5 മണിക്കൂർ മുന്നേ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഉറങ്ങി എണീറ്റിട്ടാവും ഫുഡ് മേ ബി കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.